IFFK റിലീസ് ചെയ്തിരുന്നെങ്കിൽ ഭയങ്കരമായിട്ട് സംഭവം പറയാൻ സാധ്യതയുള്ളതാണ്. പിന്നെ ഈ ജോബി തിങ്കളാഴ്ച നല്ല ദിവസം ഒരു സിനിമയല്ലേ പഴയ അതുപോലെ ഇപ്പോൾ തുടരെ എന്താ ക്രൈം ത്രില്ലറും അങ്ങനെയൊക്കെയുള്ള ത്രില്ലറുകളുടെ ബഹളമാണ്. അപ്പോൾ അത് എത്ര നല്ല ത്രില്ലറാണെങ്കിലും ആളുകൾക്കൊരു മടുപ്പുണ്ടാവും. ആ മടുപ്പിനെ ഒന്ന് മാറ്റിപ്പിടിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ. അങ്ങനെ സ്വരാജ് വെഞ്ഞാറമ്മൂട്, ജോജോ ജോർ, അലൻസിയർ ഒന്നിക്കുന്ന നാരായണീൻ്റെ 3 ആമക്കൾ റിലീസാണ്. സിനിമയിലുണ്ടെന്ന് സിനിമ കണ്ട പ്രേക്ഷകർ ചോദിച്ചു നോക്കാം. അഭിനയമൊക്കെ എടുത്ത് പറയാൻ നല്ല സിനിമ, ചെറിയ സിനിമ. എങ്ങനെയുണ്ട് പെർഫോമൻസ് ഒക്കെ? എങ്ങനെയുണ്ട് എല്ലാവരും നല്ല ജോജു, എല്ലാവരും കൊള്ളാം. നല്ല ഫിലിം. തിങ്കളാഴ്ച നല്ല ദിവസം ഒരു സിനിമയല്ലേ പഴയ അതുപോലെ നല്ലൊരു സ്റ്റാൻഡേർഡ് മൂവിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് എനിക്കറിയില്ല. നൈസ് മൂവി. ഈ അഭിനയമൊക്കെ നമുക്ക് എടുത്ത് പറയാം. അഭിനയമൊക്കെ എടുത്ത് പറയാൻ വേണ്ടി ആരാ ഉള്ളത്? 3 പേരും നല്ല പെർഫോമൻസ്, മത്സരിച്ച് തന്നെ അഭിനയിച്ചു എന്ന് തന്നെ പറയാം. പടം സംഭവം എന്ന് പറഞ്ഞാൽ നല്ല പടമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു കുറേ കാര്യങ്ങൾ. ചില ഫ്രെയിംസുകൾ കഥ പറയുക എന്ന് പറയില്ല, അതുപോലെ ആ പടത്തിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. ഒരു ഫാമിലി ബേസ് ചെയ്താണ് പോകുന്ന സബ്ജക്റ്റ് പറഞ്ഞാൽ പടം മൊത്തം പറയുന്ന പോലെയാവും, അതുകൊണ്ട് പറയുന്നില്ല. പക്ഷേ ഒരുപാട് നല്ല പടങ്ങൾ ഇടയ്ക്ക് വരുന്നുണ്ട്, പോകുന്നുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു പടം എന്തോ ഈ വർഷം കണ്ടതിൽ കുറച്ച് തുടക്കമാണെങ്കിലും എനിക്ക് നല്ല ഫീലായ ഒരു പടം എന്ന് പറയാം. നല്ല ഇമോഷൻസൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ ജോജി ചേട്ടനാണെങ്കിലും സുരാജേട്ടൻ്റെ ആണെങ്കിലും അലൻസിൻ ചേട്ടൻ്റെ ആണെങ്കിലും എല്ലാം അവൻ്റെ പെയറായിട്ടുള്ള സംഭവങ്ങളൊക്കെ നല്ല രീതിക്ക് പടം കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ വേറെ പ്രത്യേകിച്ച് രാഹുൽ രാജിൻ്റെ കുറച്ച് ഗ്യാപ്പിന് ശേഷം പാട്ടും ബീജിയും ഒക്കെ വല്ലാത്തൊരു ഫീല് തരുന്നുണ്ടായിരുന്നു. ഇതിലെ പെർഫോമൻസാണ് ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നാറുള്ളത്. പേര് പോലെ തന്നെ ഈ 3 അത് വെച്ച് തന്നെയാണോ കഥ പോകുന്നത്? ഇവർ 3 പേരുടെ ലൈഫിൽ കൂടെയാണ് പോകുന്നത്. അധികം ലൊക്കേഷൻസോ ബാക്കി കാര്യങ്ങളൊന്നുമില്ല. ഒരു വീടും ഹോസ്പിറ്റലോ ബേസ് ചെയ്ത് പോകുന്നതാണ്. പിന്നെ എന്തോ ഒരു പ്രത്യേക ഒരു ഫീല് തോന്നി. പിന്നെ ഇതിലൊരു കുട്ടി അഭിനയിച്ചിട്ടുണ്ട്, ഗാർഗി എന്നെന്തോണ് പേര്. അപ്പോൾ ആ പുള്ളിക്കാരി നല്ല രീതിക്ക് പെർഫോം ചെയ്തിട്ടുണ്ട്. ഫ്യൂച്ചറിലൊരു നമുക്കൊരു നല്ല നടിയെ കിട്ടാൻ സാധ്യതയുണ്ട് പുള്ളിക്കാരൻ്റെ പെർഫോമൻസ് കണ്ടിട്ട്. പിന്നെ എന്താ പറയുക, ഒരു ലാഗെന്ന് പറയുന്നില്ല, പക്ഷെ ആ ഒരു കഥ പറഞ്ഞു പോകുമ്പോൾ അങ്ങനെ പോകത്തുള്ളൂ. ചിലവർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ ഈ ഒരു മൂവി IFFK റിലീസ് ചെയ്തിരുന്നെങ്കിൽ ഭയങ്കരമായിട്ട് സംഭവം പറയാൻ സാധ്യതയുള്ളതാണ്. പിന്നെ ഈ ജോബി സാർ, പ്രൊഡ്യൂസർ ജോബി സാർ ഒരു നല്ല അറ്റംപ്റ്റാണ് എടുത്തിരിക്കുന്നത്. കാരണം ഇങ്ങനത്തെ ഒരു പടങ്ങളെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ ആൾക്കാർ. ഇതൊക്കെ ഇങ്ങനത്തെ മൂവീസ് കാണണം. ഇതിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് നമുക്കത് പെട്ടെന്ന് എടുത്ത് ഫീലിൽ കൂടെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും തീർച്ചയായിട്ടും ഇത് പടം തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. എൻ്റെ ഒരു ഫാമിലി സിനിമയാണ്. പ്രത്യേകിച്ചും ഇത് ഇന്ന് വളരെ സീരിയസ് പല ഇഷ്യൂസും ഫാമിലികളിൽ ഇന്ന് ന്യൂജൻ തലമുറയൊക്കെയാണല്ലോ. അപ്പം യഥാർത്ഥത്തിൽ അടുത്ത നമ്മളെ ഈ മലയാള സിനിമയിൽ ഇപ്പോൾ തുടരെ എന്താ ക്രൈം ത്രില്ലറും അങ്ങനെയൊക്കെയുള്ള ത്രില്ലറുകളുടെ ബഹളമാണ്. അപ്പോൾ അത് എത്ര നല്ല ത്രില്ലറാണെങ്കിലും ആളുകൾക്കൊരു മടുപ്പുണ്ടാവും. ആ മടുപ്പിനെ ഒന്ന് മാറ്റിപ്പിടിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ. കാരണം ഇപ്പം പിള്ളേർക്ക് UK പോകുന്ന ഒരു ഫാമിലിയിൽ ഇപ്പോൾ ഏതൊരു മലയാളി ഫാമിലി എടുത്താൽ അതിനകത്ത് ഒരാളെങ്കിലും UK ആയിരിക്കും. അപ്പോൾ അങ്ങനെ UK മലയാളികളും ഇവിടുത്തെ കേരളത്തിലെ മലയാളികളും തമ്മിലുള്ള ഇഷ്യൂസിനെ, അത് ഫാമിലിയിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ചില ഇഷ്യൂസിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു പടമാണ്. ഇത് എല്ലാവർക്കും ദഹിക്കുമെന്ന് അറിയില്ല. വളരെ സ്ലോ പേസ് പടമാണ്. വളരെ ക്ഷമയോടെ നല്ല ഡയറക്ഷനാണ്. ഡയറക്ടറിൻ്റെ പേര് എനിക്ക് ഞാൻ ശ്രദ്ധിച്ചില്ല. എന്തായാലും നല്ല പടമാണ്.